ഇംഗ്ലീഷ് ബുക്സ് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിച്ച് അവരിൽ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി വർക്കൗട്ട് ചെയ്യിപ്പിക്കാനായിട്ടും വളരെയധികം എഫേർട്ട് ഇടുന്ന ഒരു സ്കൂളിന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ കൂടെയുള്ളത് ഞാൻ റജീന, ചന്ദേര ഇസ്സത്തുൽ ഇസ്ലാം LP സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 64 കുട്ടികളുണ്ട്. അപ്പൊ ഇത്രയും കുട്ടികൾ ചേർന്നിട്ടാണ് ഒരു 5 ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ, എഴുതിയിട്ടുണ്ടാവുക അല്ലെ? അതെ 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 5 വലിയ ബുക്കുകൾ, ബിഗ് ബുക്കുകൾ എന്ന് പേരിട്ട് വലിയ ചാർട്ടിന്റെ സൈസിലുള്ള 5 വലിയ പുസ്തകങ്ങൾ. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിയതെന്ന് പറയാമോ? കഴിഞ്ഞ വർഷം നമ്മൾ 1000 പുസ്തകങ്ങളാണ് ചെയ്തത്. 41 കുട്ടികൾ ചേർന്ന് 1000 പുസ്തകങ്ങൾ, അത് വലിയ വാർത്തയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 1000 ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അവരുണ്ടാക്കി, സ്വന്തമായി ഉണ്ടാക്കി. അതിൽ നിന്ന് കുട്ടികളെ ഇംഗ്ലീഷ് റൈറ്റിംഗ് ആയാലും അവരുടെ ലാംഗ്വേജ് ഒരുപാട് ഇമ്പ്രൂവ് ആയി. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മാറിയ പാഠപുസ്തകത്തില് പിക്ചർ സ്റ്റോറി കാർഡ് എന്ന് പറഞ്ഞ് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിക്ചർ കൊടുക്കും, അതിൽ നിന്ന് കുട്ടികൾ അതിന്റെ നറേഷൻ എഴുതണം. കുട്ടികൾ ആ സ്റ്റോറി എന്താണെന്ന് അവരുടെ ഇമാജിനേഷൻ അല്ലേ, അപ്പൊ അത് ഈ പാഠപുസ്തകത്തിൽ പുതിയതാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരേ പാഠപുസ്തകം ഇല്ലാത്തൊരു സംഭവമാണ് ഈ വർഷം മാറിയ പാഠപുസ്തകത്തിലുള്ളത്. അപ്പൊ അതാണ് നമ്മളിൽ ക്ലിക്ക് ചെയ്തത്. അത് വെച്ച് ചെയ്യാന്നുള്ളത് കൊണ്ട് അത് ആദ്യം ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ റൈറ്റിംഗിൽ കുട്ടികൾ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. അത് എഴുതാൻ കൊടുക്കുമ്പോ പിന്നീട് അത് ഗ്രൂപ്പുകളാക്കി 2 ക്ലാസ്സിലും അതില് 31, 33 വരുന്ന കുട്ടികൾ 5 or 6 പേർ വരുന്ന ഒരു 5 ഗ്രൂപ്പുകളാക്കി. ആ ഗ്രൂപ്പുകളിൽ ഈ സ്റ്റോറി എഴുതിപ്പിക്കുമ്പോഴും ആദ്യത്തേതിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ടു എന്നല്ലാതെ വലിയൊരു തൃപ്തികരമായി നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോ ഞങ്ങള് ഈ സ്റ്റോറി കുട്ടികളെ കൊണ്ട് ഒരുപാട് സ്റ്റോറീസ് എഴുതിപ്പിക്കാം എന്നുള്ള ഒരു ഇതിൽ എത്തിച്ചേർന്നു. ദീപക് ദേവ് മ്യൂസിക് ചെയ്ത അവതാരം എന്ന മൂവിയിലെ പാട്ട് കേട്ട് വരുമ്പോ ടൈം പാസിൽ കൂടിയുള്ളത് ആര്യയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, ഒരു വർഷം കൊണ്ട് കുട്ടികൾ എഴുതിയത് 5 വലിയ ഇംഗ്ലീഷ് ബുക്കുകളാണ് കേട്ടോ. ഞാനും വിനയമാഷ്, പിന്നെ നമ്മുടെ കൂടെ രശ്മി ടീച്ചർ ഉണ്ട്. നമ്മൾ തന്നെ ഒരു 5 or 6 സെന്റൻസുകൾ വീതം വരുന്ന കഥകൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കി, കുറേ കഥകൾ ഉണ്ടാക്കി. അതിൽ നിന്ന് ഒരു 5 or 6 കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തു. എന്നിട്ട് ഇൻഡിവിജ്വലായി എഴുതാൻ കൊടുത്തു. പിന്നീട് നമ്മൾ ഓരോന്ന് വരുമ്പോഴും അത് ഡിസ്കസ് ചെയ്ത് ഇന്നതാണ്, ഇതിങ്ങനെയാണ്, ക്വസ്റ്റ്യൻ വേർഡ് എന്താണൊക്കെ മനസ്സിലാക്കി. ഒരു 10 സ്റ്റോറി കഴിയുമ്പോൾ കുട്ടികൾക്ക് സ്റ്റോറി എന്താണെന്ന് മനസ്സിലായി. സ്റ്റോറിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്, ആ സ്റ്റോറിനെ കുറിച്ച് കുറച്ചൊരു ഐഡിയ ഉണ്ടാവാൻ തുടങ്ങി. അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് റീഡ് ചെയ്യാനും കൂടെ കുറെ പഠിച്ചല്ലോ. അതെ അതെ അതെ. അപ്പൊ അതിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കിയത് സ്റ്റോറീസ് അധികവും വരുന്നത് പാസ്റ്റ് ടെൻസുകളിലാണ്. സ്റ്റോറീസ് അധികവും വരുന്നത് കുട്ടികൾ അതിൽ നിന്ന് മനസ്സിലാക്കി. പാസ്റ്റ് ടെൻസ് അറിയാത്തൊരു പ്രശ്നം വന്നപ്പോ പിന്നീട് അതിന്റെ 2ാം സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്തത്, ഓരോ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഓരോ പേജിലും വരുന്ന പാസ്റ്റും പ്രസന്റും തരംതിരിച്ച് ഓരോ ഗ്രൂപ്പിലും ചെയ്യാൻ കൊടുത്തു. അപ്പൊ ഒരു പേജിൽ തന്നെ ഇപ്പൊ 20 വെർബ്സുകളല്ല 25, 30 ഒക്കെ വരുന്നുണ്ട്, 16, 15. അപ്പൊ അതിന്റെ എല്ലാം മാറി മാറി എഴുതി. അപ്പൊ നമ്മളത് എഡിറ്റ് ചെയ്ത് തിരുത്തി കൊടുത്തു. എല്ലാം വരുന്നതല്ല. അപ്പൊ ആ സ്റ്റോറി ഈ ചാർട്ടിൽ തന്നെയാണ് അവർ ഒട്ടിച്ച് തന്നത്. അതും ഉണ്ട്, 10-200 ചാർട്ടുകൾ ഇത് കൂടാതെ അതും ഉണ്ട്. അതും നമ്മളെ പിന്നാമ്പുറ എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ലൈബ്രറി പുസ്തകങ്ങൾ, കുഞ്ഞു കുഞ്ഞു സ്റ്റോറി വരുന്ന ലൈബ്രറി പുസ്തകങ്ങൾ, കഥകൾ വരുന്ന, അത് ഇവരുടെ സ്കൂളിൽ മതിയാവുന്ന കഥകൾ കുഞ്ഞു കഥകൾ അത്ര ഇല്ലാന്ന് തോന്നുന്നു. ഇവര് തന്നെ പാരന്റ്സ് തന്നെ ഇവരുടെ ബർത്ത്ഡേകളിൽ 4-5 പുസ്തകങ്ങൾ നമുക്ക് സ്കൂളിലേക്ക് സ്നേഹസമ്മാനമായി തന്നു. അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് കുറെ കഥകൾ വായിക്കാൻ കൊടുത്തു. ഇതൊക്കെ ഹോംവർക്സ് ആയി എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എഴുത്തിലേക്ക് വന്നു. അപ്പൊ കുട്ടികൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഈ ആദ്യത്തതിൽ നിന്ന് കഥകൾ എഴുതാൻ വേണ്ടി അവർക്ക് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം നമ്മളെക്കാളും നന്നായി പാരന്റ്സിനാണ് അതറിയത്. അതിപ്പോ വ്യക്തിത്വ വികസനത്തിനായാലും തൊഴിൽ സാധ്യതകൾക്കൊക്കെ ആയാലും ആ പാരന്റ്സിന് അറിവുണ്ട്. ഇപ്പൊ നമ്മള് ഒറ്റക്കൊരു കുട്ടി ഒരു വീടുകളിൽ നിന്ന് പഠിക്കുന്നതല്ല, നമ്മൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് ഞാനോ മാഷോ ടീച്ചറോ കൊടുക്കുന്നതിനേക്കാൾ അവരുടെ ഫ്രണ്ട്സിൽ നിന്നാണ് മുഴുവനും പഠിച്ചിട്ടുള്ളത്. അവര് ഇപ്പൊ സർഗാത്മകമായി അവര് എഴുതാൻ പഠിച്ചത്. ഇപ്പൊ വിനയമാഷും ഞാനും രശ്മി ടീച്ചറൊക്കെ ലാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി
ഒരുപാട് ലാസ്റ്റ് എഡിറ്റ് ചെയ്യണമല്ലോ കുട്ടികൾക്ക് കൊടുക്കണം. അത് ചെയ്ത് അത് വായിക്കുമ്പോൾ നമ്മൾക്ക് എഴുതാൻ പറ്റൂല. അത്രത്തോളം ഭംഗിയായി അത് ആര് വന്നാലും കാണാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഓഫീസ് റൂമിൽ അത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളല്ലേ ചെയ്തത്? അത് 4th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണോ ചെയ്തത് എന്ന് നമുക്ക് അങ്ങ് അത്ഭുതപ്പെടും. വന്നവരൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടും. ആ പുസ്തകം അത് കണ്ടാലേ അത് പറയാൻ പറ്റും. ശരിക്കും ഒരു ലാംഗ്വേജ് മാത്രമല്ലല്ലേ പഠിച്ചത്, അവര് ശരിക്കും എന്താ സ്റ്റോറി, അതിന്റെ ഒരു സ്ട്രക്ചർ അത് എഴുതാൻ പഠിച്ചു. കുറെ റൈറ്റേഴ്സിന് മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ അവിടെ നിന്ന് ഉണ്ടാവാൻ സാധ്യത ജാസ്തിയാണല്ലേ? അതെ അതെ. ഇനി അടുത്ത വർഷം ഒരു പുതിയൊരു ഐഡിയ ഉണ്ടാക്കണം. നമ്മളെ വിനയ മാഷ് അറിയായിരിക്കല്ലോ, വിനയ മാഷ് ഐഡിയന്റെ ഉസ്താദാണ്. അതുകൊണ്ട് മാഷ് ഒരു ഐഡിയ നമുക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് ഇനിയിപ്പോ ഇത് പറ്റൂല, ഇത് കണ്ടു എല്ലാരും, മറ്റു കുട്ടികൾ ഇപ്പൊ ഉള്ള ക്ലാസ്സുകളിലെ താഴ്ന്ന ക്ലാസ്സിലെ കുട്ടികളൊക്കെ കണ്ടു. അപ്പൊ പുതിയതിന് കണ്ടുപിടിക്കണം. ഏതായാലും കുട്ടികളെ ലാംഗ്വേജ് ഡെവലപ്പ് ആവുക എന്നുള്ളതാണ് അവസാന ശ്രമം.